തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ചികിത്സാ പിഴവ് മൂലം ഒരു ഗേഡ് വയർ നെഞ്ചിനകത്ത് കുടുങ്ങി ഏറെ ദുരിതം അനുഭവിച്ച സുമയ്യയുടെ ദുരിതങ്ങൾ നമ്മൾ പുറത്തുവിട്ടതാണ്. ഇതിൽ നടപടിയടക്കം ഉണ്ടായതാണ്. ഇപ്പോൾ ഈ സംഭവത്തിൽ വയറ് പുറത്തെടുക്കുന്ന റിസ്ക് എന്ന മെഡിക്കൽ ഒപ്പീനിയൻ ഇപ്പോൾ വരുന്നു. സംഭവത്തിൽ പോലീസ് അന്വേഷണം അടക്കം തുടരുന്നതിനിടെയാണ് ആ ഗേഡ് വയറുമായി തന്നെ മുന്നോട്ട് ജീവിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് സുമയ്യ എത്തിച്ചേരുന്നത്. നമ്മൾ സുമയ്യോട് സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യങ്ങളടക്കം നേരത്തെ പ്രേക്ഷകർ കണ്ടതാണ്. ഒരു 4-5 അടി സ്റ്റെപ്പ് ഒന്ന് നടന്നു കയറിയാൽ പോലും 26 വയസ്സുകാരെ സുമയ്യയ്ക്ക് കിതപ്പാണ്. മുന്നോട്ട് നീങ്ങാൻ വലിയ ബുദ്ധിമുട്ടാണ്. ആ പ്രതിസന്ധിയിൽ തന്നെ തുടർന്ന് മുന്നോട്ട് പോകേണ്ടി വരുമെന്ന ഗതികളിലേക്കാണ് ഇപ്പോൾ സുമയ്യ എത്തുന്നത്. ഏറ്റവും ഒടുക്കം മെഡിക്കൽ ഒപ്പീനിയൻ വരുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ആ ഗൈഡ് വയർ പുറത്തേക്ക് എടുക്കുക, അതായത് ചികിത്സാ അലംഭാവം കൊണ്ട്, ചികിത്സാ പിഴവ് കൊണ്ട് ഇത്തരത്തിലൊരു അലംഭാവം ഉണ്ടാക്കിയത് ജീവിതത്തിൽ ഇനി അങ്ങോട്ട് വലിയ പ്രതിസന്ധിയായി മുന്നോട്ട് പോകേണ്ടി വരുമെന്ന ഒരു വല്ലാത്ത ദുരവസ്ഥയിലേക്ക്, ഗതികളിലേക്ക് സുമയ്യ എത്തുകയാണ്. MG പ്രതീഷ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? സുഹൈൽ, ജനറൽ ആശുപത്രിയിലെ ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ട ഇരയായ സുമയ്യ പ്രധാനമായും മുന്നോട്ട് വച്ച ആവശ്യങ്ങളിൽ ഒന്ന് ഈ ഗൈഡ് വയർ പുറത്തെടുക്കണമെന്നതായിരുന്നു. ഇത് പുറത്തെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഈ വിദഗ്ധ നിർദ്ദേശം സ്വീകരിക്കുന്നതിനാണ് ഈ വിദഗ്ധ സമിതി യോഗം ചേർന്നത്. ഈ മെഡിക്കൽ ബോർഡ് ഇന്ന് യോഗം ചേർന്നെങ്കിലും ഈ ഗൈഡ് വയർ പുറത്തെടുക്കുന്നത് സങ്കീർണമാണ് എന്നതാണ് ഈ മെഡിക്കൽ ബോർഡ് വിലയിരുത്തിയത്. ഈ വിദഗ്ധരായ ഡോക്ടറുടെ സേവനം ഉൾപ്പെടെ, നിർദ്ദേശങ്ങൾ ഉൾപ്പെടെ മെഡിക്കൽ ബോർഡ് തേടിയിരുന്നു. ആ യോഗത്തിലാണ് അത്തരത്തിലൊരു പൊതുവായിട്ടുള്ള ഒരു നിർദ്ദേശം ഉയർന്നത്. വയർ പുറത്തെടുത്താൽ ഒരുപക്ഷെ ഈ ശസ്ത്രക്രിയക്കിടെ രക്തക്കുഴലുകൾ പൊട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഗൈഡ് വയർ പുറത്തെടുക്കാതെ തന്നെ മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ല തീരുമാനം എന്നതാണ് പ്രധാനമായും ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ ഗൈഡ് വയർ നിലവിൽ ഈ ശരീരത്തിനുള്ളിൽ കിടക്കുന്നത് ഈ ജീവന് ഭീഷണിയാകില്ല എന്നുള്ള ഒരു അഭിപ്രായം കൂടി വിദഗ്ധ ഡോക്ടർമാർ നൽകിയിട്ടുണ്ട്. പക്ഷേ ഇക്കാര്യം സുമയ്യെ ബോധ്യപ്പെടുത്തുമ്പോൾ ഈ സുമയ്യയുടെ ഒരു പ്രതികരണം, അല്ലെങ്കിൽ അവർ പ്രധാനമായും മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ ആരോഗ്യവകുപ്പ് നിരസിക്കുമ്പോൾ അതിലെ ഈ സുമയ്യയുടെ നിലപാടായിരിക്കും ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ മെഡിക്കൽ ബോർഡിന്റെ തീരുമാനം സുമയ്യെ ബോധ്യപ്പെടുത്താനാണ് നിലവിൽ ആരോഗ്യവകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഈ നേരത്തെ ഈ ഗൈഡ് വയർ പുറത്തെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ശ്രീചിത്രയിലെ വിദഗ്ധ ഡോക്ടർമാരുടെ ഉൾപ്പെടെ നിർദ്ദേശങ്ങൾ തേടിയിരുന്നു. ആദ്യഘട്ടത്തിൽ വിദഗ്ധ സമിതി ആദ്യ റിപ്പോർട്ട് നൽകിയിരുന്നു. പക്ഷേ ആദ്യ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിൽ ഈ ഗൈഡ് വയർ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായ നിർദ്ദേശങ്ങളില്ലായിരുന്നു. അങ്ങനെ വീണ്ടും വിശദമായ അന്വേഷണം നടത്താൻ വിദഗ്ധ സമിതിയോട് നിർദ്ദേശം നൽകി. അങ്ങനെ രണ്ടാമതും ഈ മെഡിക്കൽ ബോർഡ് കൂടിയാണ് ഇന്ന് ഇത്തരത്തിലൊരു നിഗമനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. എന്തായാലും ഗൈഡ് വയർ മാറ്റിയില്ലെങ്കിൽ സുമയ്യ ഇപ്പോൾ കടന്നു പോകുന്ന അതേ വേദനയിലൂടെ കടന്നു പോകേണ്ടി വരുമോ എന്ന ആശങ്ക സുമയ്യക്ക് സ്വാഭാവികമുണ്ടാവും. ഇതിൽ എന്ത് പ്രതിവിധി ഇനി എന്നുള്ള കാര്യത്തിൽ വ്യക്തമായ അഭിപ്രായം ഡോക്ടർമാർ സുമയ്യക്ക് നൽകേണ്ടതുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.